ലക്കിടിയിൽ ഈ പ്രദേശത്ത് നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം മാറി ലക്കിടിയിലും കടുവയുടെ സാന്നിധ്യം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ കടുവയാണെന്ന് പറയാനാവില്ല, കാരണം അത് കിലോമീറ്ററുകൾക്കപ്പുറത്താണ് അവിടെ കടുവയെ കണ്ടെത്തിയത്. അപ്പോൾ ലക്കിടി പ്രദേശത്തും ജനവാസ മേഖലയിലാണ് കടുവയെ കണ്ടെത്തിയത്. അവിടെ എന്തെല്ലാം പ്രതിരോധ നടപടികളാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? അർജുൻ. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ലക്കിടിയിൽ ഒരു കടുവയെ കാണുന്നത്. അതിനുശേഷം RRTയുടെ ഒരു സംഘം അവിടേക്ക് പുറപ്പെട്ടിരുന്നു. അവിടെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്തിയ RRT സംഘത്തെ നാട്ടുകാരൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ഈ നിരന്തരം കടുവ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ആ ലക്കിടി ആ ഭാഗം. ഇന്നലെ കടുവയെ കണ്ട ഭാഗം. ഇതിനു മുൻപും ആ പ്രദേശത്ത് കടുവകളെ കണ്ടിരുന്നു. ഇതിനു മുൻപും ഈ ഇത്തരത്തിലുള്ള വന്യജീവികൾ നിരന്തരം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഈ സംഘത്തിന് നേരെ ഉയർത്തിയത്. ഇന്നും ഇവിടെ ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഈ പഞ്ചാരക്കൊല്ലിയിലാകട്ടെ ഈ പ്രദേശത്തടക്കം ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടക്കും. പക്ഷേ ഈ കാടടച്ചുള്ള ഒരു തെരച്ചിൽ സാധാരണഗതിയിൽ ഓരോ സ്ഥലത്തുമുള്ള തെരച്ചിൽ ഉണ്ടാവുകയില്ല. സൈലന്റ് രീതിയിലുള്ള ഒരു തെരച്ചിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്യാമറ പോലും ഇന്ന് കൃത്യമായി പരിശോധിച്ചിട്ടില്ല. കാരണം ആ ഒരു പ്രദേശത്ത് പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ക്യാമറ പോലും ഇന്ന് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തൽക്കാലത്തേക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം. കാരണം അതിന്റെ ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ കടുവ പിന്നീട് ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ കടുവയെ കണ്ടെത്തുക, ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ കൂട് സ്ഥാപിച്ചത്, ഈ സ്ത്രീയെ പിടികൂടിയ തൊട്ടടുത്ത് തന്നെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ആ കൂടിന്റെ തൊട്ടപ്പുറത്ത് കടുവ വന്നിരുന്നു എന്നുള്ളത് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് കടുവ കുറച്ചു നേരം ഉണ്ടായിരുന്നു. എന്തിനാൽ തന്നെയും ഇന്ന് ഈ കടുവയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വനംവകുപ്പ് താൽക്കാലികമായി എടുത്തിട്ടുള്ള ഒരു ക്യാമ്പ് ഓഫീസിലാണ്. ആ ക്യാമ്പിന്റെ മുൻപിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നിരവധി ഓഫീസേഴ്സ് അല്ലെങ്കിൽ നിരവധി വനപാലകരാണ് ഇവിടെ ഇന്നലെ മുതൽ ഈ ഒരു പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തെരച്ചിലൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നടക്കുന്നത്. വളരെ വ്യക്തമാണ്. വയനാട് പഞ്ചാരക്കൊല്ലിയിലാണ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജിയായിട്ടുള്ള കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. വലിയ നിലയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിരവധി കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നു, ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ കാട് അടങ്കമുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല. കാരണം കടുവ അവിടെ നിന്ന് മാറിയാൽ പിന്നീട് അതിനെ കണ്ടെത്തുക വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വലിയ കാടിളക്കിയുള്ള തെരച്ചിലില്ല. പക്ഷേ അതിനെ കൃത്യമായി നിരീക്ഷിച്ച് പിടികൂടാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരമാണ് PS അർജുൻ നൽകിയത്. ലക്കിടിയിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. അവിടെയും വനപാലകരുടെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അർജുൻ കൈമാറിയത്.